ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസങ്ങളായി ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്, പിന്നെ ഇനിയുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനിന്ന് ഒരു വീഡിയോ ചെയ്യുകയാണ്. എല്ലാവരും ലാസ്റ്റ് വരെ കാണാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാ ദിവസവും കഞ്ഞിയും കറിയും വയ്ക്കുന്ന വീഡിയോ കാണിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ മറ്റു ജോലികളും കൂടി കാണിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ കുറേ ദിവസം കൂടിയിട്ടാണ് ഒരു ബ്ലൗസ് തയ്ക്കാൻ കിട്ടിയത്. അപ്പോൾ ഞാനത് വെട്ടി തയ്ച്ച് കൊടുക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തു. ഓരോ അത്യാവശ്യ സമയത്താണല്ലോ ഓരോരുത്തർ തയ്ക്കാൻ കൊണ്ടുവരിക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ ഒന്ന് കേടായിപ്പോയി കേട്ടോ. അത് ഇടിവെട്ടിയതാണ്, എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല. മറ്റുള്ളതിനൊന്നും കേടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ടെക്നീഷ്യൻ വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ബോർഡ് പോയി എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി അത് അഴിച്ചുകൊണ്ട് പോയിട്ട് ഇത് വീണ്ടും കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഈ മെഷീൻ്റെ അകത്തെ സംഭവങ്ങളെന്നൊക്കെ അന്നേരമാണ് ഞാൻ കൗതുകപൂർവ്വം കണ്ടത്. അപ്പോൾ അങ്ങനെ തുണി വെട്ടി മുറിച്ച് കഷ്ണങ്ങളാക്കി മടക്കി കെട്ടി വെച്ചു കേട്ടോ. അപ്പോഴത്തേനും എൻ്റെ മക്കൾ വരുന്നുണ്ടായിരുന്നേ. അവർ കുറച്ച് ഇതിൽ നേരത്തെയൊക്കെ വൈകിപ്പോയി. അവർ വന്നു. ഞാൻ ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം ഭക്ഷണമൊക്കെ റെഡിയാണ്. അപ്പോൾ എനിക്ക് എന്നാലും ഒന്ന് കടയിൽ പോകണമായിരുന്നു. പോകുന്ന വഴിക്ക് ഞാൻ സ്ഥിരമായിട്ട് മുട്ട കൊടുക്കുന്ന വീട്ടിലെ പെങ്കൊച്ചിനും മുട്ടയും കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അവളുടെ വീഡിയോ ഒക്കെ എടുത്ത് അവളുടെ നല്ലൊരു ചിരിയല്ലേ, അടിപൊളിയല്ലേ, സുന്ദരിയല്ലേ. അപ്പോൾ ഞാൻ പിന്നെ മീൻ കടയിൽ കയറണമായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ കടയിൽ കയറുമ്പോൾ വലിയധികം മീനൊന്നുമില്ല. ഇവർ ഉച്ചയ്ക്ക് ഒരു 12:30 ആകുമ്പോൾ കൊണ്ടുവരുന്ന മീനാണ് ഈ കടയിൽ. അപ്പോൾ എനിക്ക് കുറച്ച് മീനും വേണമായിരുന്നു, കുറച്ച് വേസ്റ്റും വേണമായിരുന്നു. അങ്ങനെ അതൊക്കെ കൂടെ വാങ്ങിച്ച് പിന്നെ ഞാൻ അടുത്ത കടയിലേക്ക് പോയി. പന്നി, പോത്ത്, മൂരി, ആട, പൊട്ടി, എല്ലാം ഉള്ളൊരു കട. അപ്പോൾ അവിടെ കയറുമ്പോഴാണെങ്കിൽ നല്ല നീറ്റാണ് അവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അധികം കാലമായാലും ആ കട ശ്രദ്ധിച്ചിട്ട് കേട്ടോ. നല്ല വൃത്തിയുള്ളൊരു കടയാണ്. ഞാനിപ്പോൾ അവിടെ നിന്നാണ് മേടിക്കുക. എൻ്റെ മെയിൻ പോർക്കാണ്. അപ്പോൾ അവിടെ നിന്ന് അത് മേടിക്കുക. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ ഒരു ഹരിത സൂപ്പർ മാർക്കറ്റ്. ഇത് ഒരു ഞങ്ങളുടെ ടൗണിൻ്റെ മൂലയ്ക്ക് ഒരു പാലത്തിൻ്റെ ഒക്കെ ഒരു സൈഡായിട്ടാണ്. ഇത്ര ഭംഗിയൊന്നും അല്ലായിരുന്നു. കഴിഞ്ഞ വർഷം അവരൊരു പകുതിയോട് കൂടിയൊക്കെയാണ് ഇത് ഇങ്ങനെ ഇത്രയും ഭംഗിയാക്കി എടുത്തത് കേട്ടോ. നല്ലൊരു കട, എനിക്കിഷ്ടപ്പെട്ട കട. ഈ കടയിൽ നിന്നാണ് ഞാൻ മിക്കവാറും പച്ചക്കറി ഇപ്പോൾ പച്ചക്കറി ഒന്നും മേടിക്കേണ്ട ആവശ്യം എനിക്കില്ല, നിങ്ങൾക്കറിയാലോ. എന്നാലും മറ്റുള്ള എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ ഇവിടെ വരും. പിന്നെ ഇവിടെ ഇല്ലാത്ത ചില സാധനങ്ങൾ വേറൊരു കടയും കൂടി ഉണ്ട് എനിക്ക് ഏകദേശം ഇഷ്ടപ്പെട്ട ഒരു കട. ഈ 2 കടയിൽ നിന്നാണ് ഞാൻ കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്കങ്ങ് ഒരുപാട് സാധനമൊന്നും വേണ്ടെന്നുള്ളത്. എന്നാലും വേണമല്ലോ, അതൊക്കെ ഈ കടയിൽ നിന്നാണ് മേടിക്കുന്നത്. എന്ത് രസമാണ് നോക്ക്, എല്ലാം അടുക്കി പെരക്കിയൊക്കെ വെച്ച് നല്ല. അപ്പോൾ ഞാനിങ്ങനെ പറയും, പുറത്തുള്ള കടകളൊക്കെ സൂപ്പർ മാർക്കറ്റ് പോലെയൊക്കെ നല്ല അടുക്കി ചിട്ടയിൽ നല്ല അടിപൊളിയാക്കി വെച്ച് അത് അവരൊക്കെ ഫോഴ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയൊന്നും അല്ല ഇവിടെ സ്റ്റാഫുള്ളത്, ഇതിനേക്കാളും സ്റ്റാഫുകളുണ്ട്. അതിപ്പോൾ ഞാൻ വൈകുന്നേര സമയത്താണ് വന്നത്. അന്നേരം ഞാൻ പറഞ്ഞാൽ എന്നാൽ പിന്നെ അങ്ങ് വീഡിയോ എടുത്തേക്കാം, ഇപ്പോൾ തിരക്കൊന്നുമില്ലല്ലോ എന്ന്. എന്തോ അത്ര സമയം തിരക്കില്ലാതെ നിന്നതാണ് കേട്ടോ. അപ്പോൾ വേറെ കുറച്ച് സ്റ്റാഫുകളൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും ഇവിടുത്തെ എനിക്കിഷ്ടമെന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല നീറ്റായിട്ടുള്ള ഇടപെടലുകളാണ് കേട്ടോ. ആരും ജാട കാണിക്കുന്നവരോ ചില കടക്കാരുടെ മുഖമൊക്കെ ഇങ്ങനെ കുത്തി വീർത്ത പോലെയല്ലേ ഇരിക്കത്തുള്ളൂ, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടമാണ് ആ കട. എല്ലാവരും നല്ല മാന്യമായ ഇടപെടൽ, അതാണ് ഒരു സ്ഥാപനത്തിന് വേണ്ടതല്ലേ, കടയായാലും എന്താണെങ്കിലും. പിന്നീടുള്ള കഥ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ആങ്ങളയുടെ വീട്ടിലോട്ട് പോയി. ഞങ്ങൾ എല്ലാവരും കൂടെ ആങ്ങളയുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം പോകുന്നതേ കടയിൽ നിന്നൊക്കെ പോയതിന് ശേഷം പിന്നെ അതൊന്നും എല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് ഇത് കണ്ടും വെറുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ സൂര്യനസ്തമയത്തോടു കൂടിയാണ് അങ്ങോട്ട്, സൂര്യനസ്തമയത്തോടല്ല, സൂര്യൻ കണ്ടോ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ചക്കക്കല്ലിയാണ്, ഞങ്ങളെല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും ഒന്നും വീഡിയോ കാണിക്കത്തില്ല, കുറച്ച് നാണക്കാരൊക്കെ ഉണ്ട്. പിന്നെ ചക്ക ഒരു വശത്ത് ചക്ക പരിപാടി നടക്കുന്നു, ഒരു വശത്ത് പഴംപൊരി ഉണ്ടാക്കുന്നു. അപ്പോൾ അരിയിലും കിന്തലും ഒക്കെ ആയിട്ട് കുറേ സമയം ഞാൻ അരിഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് വീഡിയോ എടുക്കാത്തോട്ടെ, ഞാൻ പണിയെടുക്കാതെ ചുമ്മാ നടക്കുന്നതല്ലായിരുന്നു. ഞാൻ നല്ല രീതിയിൽ അവിടെ ചക്ക അരിയുന്നുണ്ടായിരുന്നു, കുറച്ചൊക്കെ ഒരുക്കി പിന്നെ ഞാൻ അരിഞ്ഞു. എന്നിട്ട് ഞാൻ കത്തി കൈമാറിയ ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഈ വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇച്ചിരി പുറകോട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ തിരികെ കയറിയൊക്കെ ഞാനങ്ങനെ എടുക്കുക. അപ്പോൾ ചക്ക അടുപ്പത്ത് കയറി ഒരു വശത്തോടെ പോകുന്നുണ്ട്, കറി ഉണ്ട്, ഇറച്ചി ബീഫുണ്ട് കറി കേട്ടോ. അപ്പോൾ അത് ആ വഴിക്കൂടെ നടന്നു. കറിയൊക്കെ ഏകദേശം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വർത്താനം പറയാനും അലമ്പുണ്ടാക്കാനൊക്കെ സമയം വേണ്ടേ. പിന്നെ ഇതാണ് എൻ്റെ ആങ്ങളയുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ ഉള്ള കുറേ കാടും കൂടും മേടും ഒക്കെ ആയിട്ട്. ഈ കാടൊക്കെ ഇതൊന്നും എല്ലാവരും ഇതിൻ്റെയൊക്കെ അപ്പുറത്തെ കാടായിരുന്നു പണ്ട്. ഇപ്പോഴാണ് ഇത് ഇത്രയെങ്കിലുമൊക്കെ തെളിഞ്ഞ ഒരു നാട് കേട്ടോ. ഇവിടെയൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങി. പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചെറുപ്പത്തിലിത് ഈ പറമ്പ് മുഴുവനും എന്നതായിരുന്നു, പൊടിയായിരുന്നു, കുരുമുളകായിരുന്നു, നിറയെ കുരുമുളക്. എൻ്റെ കപ്പനൊക്കെ വെച്ച് പിടിപ്പിച്ച് കുരുമുളകായിരുന്നു അന്നത്തെ കാലം. അത് പിന്നെ ഒരു സമയമായപ്പോൾ അതെല്ലാം കേടുവന്നു, മുഴുവനും പോയി. പിന്നെ കേടായതിന് ശേഷം ആ കഥ അങ്ങനെയായിപ്പോയി കേട്ടോ. പിന്നീട് ഇപ്പോൾ ചേട്ടൻ വന്ന് മറ്റ് സാധനങ്ങളൊക്കെ വെച്ച് കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്. അതുകൊണ്ട് ജലസംഭരണി
ജലസംഭരണി 2 എണ്ണമാണ്. ഒന്ന് പഞ്ചായത്തിൻ്റേതും ഒന്ന് വേറെ ഏതോ പദ്ധതിയുടേതോ ആയിട്ട് അങ്ങനെ ഒക്കെ ഇങ്ങനെ ഓരോന്ന് കിട്ടിയതാണ്. ഈ ജലസംഭരണിയിലാണ് ഒരു വെള്ളം പിടിച്ചു വെക്കുന്നത്. എന്നിട്ട് വേനൽക്കാലത്ത് അതിൽ നിന്ന് ഉപയോഗിക്കുവേ. അപ്പോൾ നമ്മുടെ അങ്ങനെ സൂര്യൻ അതാ താഴ്ന്ന് വരുന്ന എന്ത് രസമാണ് അതിലെ കാണാനായിട്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ മല. ഇത് അവിടുത്തെ പുത്രിയുടെ മൂത്ത പുത്രനാണ് ഇരിക്കുന്നത്. താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നത്. ഇതാ ഇളയത്, രണ്ടാമത്തേത്. അതാ നിൽക്കുന്ന മൂത്തത്. ഇതാണ് ഞങ്ങളുടെ അന്നമോള് പിന്നെ എൻ്റെ കൂട്ട് എവിടെ ഫോഴ്സ് ചെയ്യണമെങ്കിലും അവിടെ എത്തിക്കോളൂ, ഓടിപ്പാഞ്ഞു നോക്കും. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഒരു അടിപൊളി എന്താ പറയുന്നതിന് സദ്യ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എല്ലാവരും കൂടി ചക്കയും വേവിച്ച് ബീഫൊക്കെ കറി വെച്ച് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു സദ്യ കഴിക്കാൻ പോവുകയാണ്. നല്ല രസമില്ലേ അത് കാണാനായിട്ട്. അപ്പോൾ ഇതൊരു ഞങ്ങൾ കുറേ നാളുകൾക്ക് മുമ്പ് പ്ലാൻ ചെയ്തതാണ്. എല്ലാവരും കൂടി ഏകദേശം വന്ന് ഒന്നിച്ചൊന്ന് കൂടണം എന്ന്. ഇനിയും എല്ലാവരും എത്തിയിട്ടില്ല, ഇനി വരാൻ ആളുണ്ട്, അവരിവിടെ ഇല്ല, പുറത്താണ്. അതുകൊണ്ട് കൂടാനായിട്ടൊന്നും പറ്റിയില്ല. ഞങ്ങൾ വീഡിയോ കോളൊക്കെ ചെയ്ത് കൂടി കേട്ടോ. അപ്പോൾ പിന്നെ മറന്നു പോകാത്ത ചില ആചാരങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പാളവണ്ടി അല്ലേ, പാളവണ്ടിയിൽ എല്ലാവരെയും പലരെയും വലിച്ചു കേട്ടോ. പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ആങ്ങളാന്ന് പറഞ്ഞാൽ പിള്ളേരെയൊക്കെ ആങ്ങളുടെ മക്കളൊക്കെ ആയിരുന്ന സമയത്ത് ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, പിടിവാശി എന്നല്ല, കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യത്തില്ലല്ലോ. ഇപ്പോൾ ഇതേ കൊച്ചുമക്കളൊക്കെ വന്നപ്പോഴത്തേക്ക് എന്താ വേണ്ടതെന്നുള്ള രീതിയിൽ പടക്കം പൊട്ടിക്കുന്നു. പിന്നെ ഇതിനത് പൂത്തിരി, കമ്പത്തിരി എല്ലാ വകയുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എപ്പോൾ മേടിച്ച് വെച്ചു എന്നപ്പോൾ ഞാൻ വിചാരിച്ചു. കുറേ കമ്പത്തിരി, ഈ ചക്രമല്ലേ, എന്ത് കുന്തമാണ്, അതൊക്കെ ഇങ്ങനെ കറക്കി അങ്ങനെ അടിപൊളിയായി. ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് അപ്പം ഞങ്ങൾ അതിനുശേഷം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി പോന്നു കേട്ടോ. ഞാൻ എൻ്റെ ഈ സ്കൂട്ടി ടൗണിൽ കൊണ്ട് വെച്ചിട്ടാണ് പോയത്. അപ്പം മോൻ്റെ കാറിന് പോയി ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ സ്കൂട്ടി എടുത്തേണ്ടത്. രാത്രിയിലെ സവാരിയാണ്, സെക്യൂരിറ്റി ആയിട്ട് അവരെൻ്റെ പുറകെ വരുന്നുണ്ട് കാറും കൊണ്ട്. അപ്പോൾ പിന്നെ വന്നപ്പോഴത്തേനും ഈ പിള്ളേർക്ക് പോകണം. അപ്പം ഞാൻ പച്ചക്കറിയൊന്നും പറിച്ച് വെച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം പറിച്ച് ഒക്കെ ഞാൻ എടുക്കുകയാണ് കേട്ടോ. മോളുണ്ട് ലൈറ്റ് അടിച്ച് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ പച്ചക്കറി രാത്രിയിലെ വിളവെടുപ്പ് ഇതാണ്. അതും കൂടി നിങ്ങളൊന്ന് കാണണ്ടേ. ഇതൊരു രസമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് അത് വീഡിയോ എടുത്ത് വെച്ചു കേട്ടോ. എല്ലാ വകയും അറിഞ്ഞും പറഞ്ഞും ഞാൻ വലിച്ചു കുറച്ചെടുത്തേ പിള്ളേർ പോകുമ്പം കൊടുത്തു വിടാൻ വേണ്ടി. അപ്പോൾ എല്ലാം ഇരുന്ന് പാക്ക് ചെയ്ത് അവർ അങ്ങനെ പോകുവാനായിട്ടുള്ള റെഡിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവർ, അതായത് സബ് ചെയ്യാത്തവർ ഒന്ന് സബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ലൈക്ക്, കമൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ വലിയ ഉപകാരമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇതിനെ എന്താ പറയുക, റെഡ് ലേഡി കപ്ലങ്ങ, 2 കപ്ലങ്ങ ഉണ്ടായിരുന്നു. ഇത് റെഡ് ലേഡി ഉണ്ടായിരുന്നു, രണ്ടാമത്തേത് കേട്ടോ. ഞാൻ ഒരെണ്ണേ പറിച്ചെടുത്തിട്ടുള്ളൂ, രണ്ടാമത്തേതാണിത്. അപ്പോൾ അതും പറിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം പിന്നെ പാക്ക് ചെയ്തിട്ട് സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ പിള്ളേർ രാത്രിയിൽ തന്നെ, വെളുപ്പാങ്കാലത്താണ് ഇവർ പോകുന്നത്. സാധാരണ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നതും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അവരും പോയി. അപ്പം എല്ലാവർക്കും ടാറ്റാ.